കാലത്തെ 7 മണിക്കത്തെ കുർബാനയും കൂടി നേരെ പോളക്കണ്ടത്ത് പോയിട്ട് ഇച്ചിരി കപ്പയും മേടിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പറയാട്ടാ. അതെ, വിവരമില്ലായ്മ ഒരു അഹങ്കാരമായിട്ട് അഹങ്കാരമല്ല അലങ്കാരമായിട്ട് കൊണ്ടു നടക്കണമെന്ന് ആരും കരുതരുത് കേട്ടാ. അതെ, 2 ദിവസം മുന്നേ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനകത്ത് രാവിലെ നേരം വെളുക്കിന് തന്നെ ഞാൻ ഇത്തിരി കസ്കസ് കലക്കി കുടിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ കരുതിയിരിക്കണത് ഈ ചിയാ സീഡ്സും കസ്കസും ഒന്നാണെന്നാണ് കേട്ടോ. അതിൽ 2-3 പേര് അത് കണ്ടുപിടിച്ചേ. അത് കണ്ടുപിടിച്ചത് നന്നായിട്ട് എനിക്ക് അല്ലെങ്കിൽ അറിയാൻ പറ്റില്ലായിരുന്നേ. അതിൽ കുറെ പേർക്കൊന്നും മനസ്സിലായിട്ടുമില്ല. അപ്പൊ ഞാന് ചിയാ സീഡ്സും കസ്കസും ഒന്നാണെന്ന് കരുതിയിരിക്കണം. പക്ഷെ രണ്ടും രണ്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് കപ്പ മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അതും വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും കുടിക്കാനുണ്ടെങ്കിൽ അത് ചേട്ടനും വേണം. അങ്ങനെ അതേ കാലത്ത് തന്നെ ചേട്ടൻ കലക്കി കൊടുത്തു. അത് മാത്രമല്ല, ഞാനിപ്പോ ഒരു 3-4 ദിവസമായിട്ട് ചായക്ക് ഒട്ടും മധുരം ചേർക്കാറില്ല. മധുരം ഇല്ലാതെ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് സഹിച്ചാണ് ഞാനത് കുടിക്കണത് തന്നെ. എനിക്ക് മധുരം ഇല്ലാണ്ട് ചായ കുടിച്ചാലും ചൂടില്ലാതെ ചായ കുടിച്ചാലും ചായ കുടിച്ചതായിട്ട് തോന്നൂല കേട്ടാ. എങ്കിലും ഞാൻ എന്റെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കരുതി, വണ്ണമൊക്കെ ഒന്ന് ഇച്ചിരി കുറയ്ക്കണമെന്ന് കരുതിയിട്ടാണ് കേട്ടാ. അപ്പോഴേ രാവിലെ പോളക്കണ്ടത്തേക്ക് പോയത് വേറെ ഒന്നും അല്ല കേട്ടോ. നല്ല കൊച്ചിയമ്മീൻ മേടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെമ്മിക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് വണ്ടിക്കാർ നല്ല കപ്പ ഇട്ട് വെക്കണ്. അപ്പൊ തലേ ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ കരുതി എന്നാൽ രാവിലെ കപ്പയാക്കി കളയാന്ന്. കപ്പയും മീനും പിന്നെ ഒരു ഇച്ചിരി ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഇപ്പത്തെ കപ്പ വെട്ടി നുറുക്കി കഴുകി അടപ്പത്തിട്ടിട്ട് അതിന്റെ വെള്ളം ഒന്ന് ആദ്യത്തെ പ്രാവശ്യം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഊറ്റി കളഞ്ഞിട്ട് കുക്കറിൽ വിസിലടിക്കാന്ന് കരുതി. അങ്ങനെ കുക്കറിൽ കപ്പ അടപ്പത്ത് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളൊക്കെ വന്ന് കേട്ടോ സൺഡേ ക്ലാസ്സിൽ പോയിട്ട്. അപ്പൊ അതേ പൊടിമീൻ തിളപ്പിച്ചതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി പച്ചമുളക് ഇട്ടാണ്ട് ഞാൻ ചതച്ചെടുത്തേക്കണത്. കാന്താരിമുളക് ഇല്ല. അങ്ങനെ ഉപ്പും വെളിച്ചെണ്ണക്കിട്ട് നന്നായിട്ട് അത് തിരുമ്മി എടുത്തിട്ടുണ്ട്. അപ്പൊ കപ്പ വേവിച്ചതും മീൻകറിയും ഉള്ളി ചാലിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ചായ കൂടി കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ അപൂർവമാണ്. എന്നും പുട്ട് ഇറച്ചിയായിരിക്കും, അല്ലെങ്കിൽ പുട്ടും ചിക്കനോ അല്ലെങ്കിൽ വെള്ളയപ്പം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടാ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ മോണിക്ക ഡാൻസ് കളിക്കാൻ വേണ്ടി കയറി കേട്ടാ. ഇങ്ങനെ ആ